ഹലോ ഹായ്. ഇന്ന് നമ്മുടെ ഡേ 7 ആണ്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിൽ നമുക്ക് പെർക്കുണ്ട്, കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസ്. ഈ 3 പോർഷനും നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല. ഇന്നലത്തെ വരെ ഉണ്ടായ അലവൻസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, സെക്ഷൻ 16 ഇട്ടിട്ടുണ്ടായിരുന്നു, കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ ഇട്ടിട്ടില്ല, എംപ്ലോയീസ് കോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇതിലുള്ള ഒന്നിൻ്റെയും വീഡിയോ നമ്മൾ ഇട്ടിട്ടില്ല. ഇപ്പോൾ വീഡിയോ ഇടാതെ നിങ്ങളോട് പഠിക്കാനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കുറേ പേര് ഓൾറെഡി ക്ലാസ് അറ്റൻഡ് ചെയ്തവരുണ്ടാവും, അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടാവും, വേറെ ഏതെങ്കിലുമൊക്കെ ക്ലാസ് പർച്ചേസ് ചെയ്തവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ആ സ്റ്റഡി പ്ലാൻ കണ്ടിന്യൂ ആവാൻ വേണ്ടിയിട്ടാണ് ഞാനത് നമ്മുടെ വീഡിയോ ആയിട്ട് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിലും ഡേ 7 പ്ലാനായിട്ട് വെച്ചിരിക്കുന്നത്. ഓക്കെ, പെർക്കെന്നുള്ളതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ നിറയെ പഠിക്കാനുള്ള പ്രൊവിഷൻസ് പഠിക്കാനുള്ളതാണ്. ഒരു 1-2 വീഡിയോ ആയിട്ടൊക്കെ ഇടാനുള്ളതാണ്. കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നേ പഠിച്ചിട്ടുള്ള സംഭവമൊക്കെ തന്നെയാണ്. അത് നമുക്ക് ജസ്റ്റ് ഒരു ഓവറോൾ ഐഡിയ മാത്രം കിട്ടിയാൽ മതി. മുന്നേ നമ്മൾ പഠിച്ചിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ്. ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ അതിൽ അങ്ങനെ ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിക്കാറൊന്നുമില്ല. അത് ജസ്റ്റ് അത് നിങ്ങളൊന്ന് വായിച്ചു വിട്ടാൽ മാത്രം മതി, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക, അത്രയും മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാൻ പെർക്കിൻ്റെ വീഡിയോ എത്രയും വേഗം ഞാൻ അപ്ലോഡ് ചെയ്യാൻ, ഇനി വേറൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും പെർക്കിൻ്റെ വീഡിയോ അറ്റൻഡ് ചെയ്യാം. പിന്നെ നിറയെ യൂട്യൂബേഴ്സ് ഉണ്ട്, യൂട്യൂബ് ചാനലുണ്ട്, അതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും എന്നറിയാം. അതിലൊക്കെ പെർക്കുണ്ടാവും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒത്തിരി ഓൾഡായിട്ടുള്ള വീഡിയോ ഒന്നും എടുത്ത് കാണരുത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ജൂണിലും ഡിസംബറിലും എക്സാമിന് വേണ്ടിയിട്ടുള്ളത് വീഡിയോ മാത്രമേ കാണാവൂ. ഓക്കെ, അതിന് മുന്നേ ഉള്ള വീഡിയോ ഒക്കെ ഇരുന്ന് കണ്ടാകെ കൺഫ്യൂസ്ഡ് ആവാൻ പാടില്ല. അതെപ്പോഴും നോക്കുക, എന്നാണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ പഠിക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇനി വേറൊരു കാര്യം എന്താ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം സൺഡേയിലത്തെ ഞാൻ കൊടുത്ത ടാർഗറ്റ് ഒരു 2 ഗ്രൂപ്പ് എന്തോ മാത്രമേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ബാക്കി കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്, ടാക്സ് പാടാണെന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ പ്രൊവിഷൻസ് ഒക്കെ ഓക്കെ ആണ്, എനിക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ പാടാണെന്ന് പറയുന്നുണ്ട്. നമുക്ക് പ്രൊവിഷൻസ് മാത്രം പഠിച്ചുകൊണ്ട് നമുക്ക് കാര്യമായില്ല അല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. പ്രൊവിഷൻസ് പഠിച്ച് ഇപ്പോൾ നമുക്ക് എനിക്ക് എല്ലാ പ്രൊവിഷൻസും തറവാണ്, എനിക്കെല്ലാം ഓക്കെ ആണെന്ന് വിചാരിച്ച് നമുക്ക് ഒരു മനസ്സമാധാനത്തിന് ഇരിക്കാമെന്നല്ലാതെ എക്സാമിന് പ്രൊവിഷൻസ് ആണോ ചോദിക്കുക? പ്രൊവിഷൻസിൽ നിന്നുള്ള ഓരോ ക്വസ്റ്റ്യൻസുമാണ് ചോദിക്കുക. നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് അല്ലേ? നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒത്തിരി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ടൈം ലിമിറ്റിനുള്ളിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ അല്ലേ? നമുക്ക് ആ പ്രൊവിഷൻസ് മാത്രം പഠിച്ചിട്ട് പോയിട്ട്, അല്ലെങ്കിൽ ടെക്സ്റ്റിലുണ്ടായിരുന്ന എക്സസൈസ് ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചിട്ട് പോയിട്ട് ഒരു എക്സാമിന് പോയിരുന്നിട്ട് നമുക്കത് അറ്റൻഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ നമുക്ക് ടൈം കിട്ടില്ല. പിന്നെ അവിടെ വരുന്ന ഒരു ഐഡിയ നമുക്ക് കിട്ടാൻ പോകുന്നില്ല, മൊത്തം കൺഫ്യൂഷൻ ആയിരിക്കുള്ളൂ. അപ്പോൾ ആ ഒരു ഇത് നിങ്ങൾക്ക് പറയരുത്. അതുകൊണ്ടാണ് നമുക്ക് ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു ഓരോ സെക്കൻഡിനും വാല്യൂ ഉണ്ട്. അത് ആ എക്സാം ഹോളിൽ ചെന്നിരുന്നിട്ടുള്ളവർക്കൊക്കെ മനസ്സിലാവും അല്ലേ? നമുക്കത് ഓരോന്ന് വായിക്കുന്നതിനും നമുക്ക് ഓരോന്ന് അവിടെ ഇരുന്ന് ചിന്തിച്ച് മനസ്സിലാക്കിയൊക്കെ വരുമ്പോഴേക്കും നമുക്ക് ടൈം അത്രയും പോകും. നമുക്ക് ഇത് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് സഡനായിട്ട് അതിൻ്റെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് മനസ്സിൽ വരണം. അപ്പോഴേ നമുക്കവിടെ നമുക്കവിടെ സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആ ടൈമിനുള്ളിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലേ? നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസൊക്കെ, നമുക്ക് അറിയാൻ പാടാത്ത ക്വസ്റ്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് ക്വസ്റ്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്കത് തറവില്ലാണ്ട് പഠിച്ച് അവിടെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഇരുന്ന് ചിന്തിച്ച് ഓരോ ക്വസ്റ്റിന് ആൻസർ എഴുതുമ്പോഴേക്കും നിങ്ങൾക്ക് അത്രയും ക്വസ്റ്റിന് എഴുതാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് നമുക്കത് അത്രയും നമ്മൾ പഠിക്കുന്ന ടോപ്പിക്ക് നമുക്ക് കറക്റ്റായിട്ട് പഠിക്കുക, അതിൻ്റെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്യുക, നന്നായിട്ട് തറവായിട്ട് ഓരോന്നും പഠിക്കുക. നമ്മൾ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഓരോന്ന് പഠിക്കും തോറും അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുക, എന്ത് പാറ്റേണിലാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ. ജസ്റ്റ് നിങ്ങൾക്കത് ഫസ്റ്റ് തുടങ്ങുന്നവർക്കൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ലായിരിക്കും, കാരണം ഏതിൽ നിന്നാണ് വന്നേക്കണേ, എന്താ ചോദിച്ചേക്കണേ ഒന്നും മനസ്സിലാവില്ലായിരിക്കും. പക്ഷേ അതൊന്നും പ്രോബ്ലം അല്ല, നമുക്ക് എങ്ങനത്തെ ടൈപ്പാണ് ചോദിച്ചിരിക്കണമെന്നെങ്കിലും അറിയാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു ചാപ്റ്റർ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നിറയെ സ്കാനേഴ്സും ഇതൊക്കെ അവൈലബിൾ ആണ്. അതിൽ നിന്ന് നിങ്ങൾ ചെയ്ത് പഠിക്കുക, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. ഇപ്പോൾ ടാക്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഒത്തിരി അതേപോലത്തെ ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു, സാലറി എന്നുള്ള ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു 4-5 പ്രാവശ്യം അത് വായിച്ചതിന് ശേഷം നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസൊക്കെ ഒരു പ്രാവശ്യം ചെയ്താൽ മതി. അത് ആ പ്രൊവിഷൻസ് കംപ്ലീറ്റ് ബൈ ഹാർട്ട് ആവണതിന് വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ സ്കാനർ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് തറവാക്കുക. അതിനൊരു
അതിനൊരു മടിയും വിചാരിക്കരുത്. നമുക്കത് ഇപ്പോൾ സാലറിയുടെ ചാപ്റ്റർ കഴിഞ്ഞു, നാളെ ഇനി അടുത്ത ആഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ നമ്മൾ ഇപ്പോൾ അടുത്ത ടോപ്പിക്ക് കഴിഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോഴേക്കും നിങ്ങൾ സാലറി അവിടെ ഉപേക്ഷിക്കരുത്. വീണ്ടും റിപ്പീറ്റഡായി ഓരോ ദിവസവും ഓരോ ക്വസ്റ്റനെങ്കിലും ചെയ്ത് നോക്കുക. ഒരിക്കലും അത് വിട്ടുകളയരുത്. അങ്ങനെ പഠിച്ചാൽ മാത്രമേ ടാക്സ് മറന്നു പോവാതെ നമുക്ക് ടൈം ലിമിറ്റിനുള്ളിൽ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ അവിടെ പോയി ആലോചിച്ച് അല്ലെങ്കിൽ ഇതെനിക്ക് ഇങ്ങനെ ആലോചിച്ചാലേ കിട്ടുള്ളൂ എന്ന് നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്കവിടെ ടൈം മാനേജ് ചെയ്യാൻ പറ്റുകയില്ല. അത് ഉറപ്പുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരുവിധം മര്യാദക്ക് പഠിച്ചിട്ടുള്ള പോയിട്ടുള്ള പിള്ളേരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കി. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആൻസർ പ്രാക്ടീസ് ചെയ്യാതെ പോയിരിക്കുന്നവർക്ക് എല്ലാവർക്കും പറയാനുള്ള ഒരേ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടാവുള്ളൂ, ടൈം സെറ്റായില്ല. ടൈം സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മളിത് പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. ഇതിപ്പോൾ ഞാൻ ഓരോ ദിവസം ഇങ്ങനെ ഓരോ ടോപ്പിക്ക് പറയുമ്പോൾ ഇങ്ങനെ ഓരോന്നിനെ കുറിച്ച് പറയണത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഓരോ കുട്ടികളും ഇങ്ങനെ ഇത് പേഴ്സണലി എനിക്ക് മെസ്സേജ് അയക്കുന്നതുകൊണ്ടാണ്. അപ്പോഴാണ് എനിക്ക് ആ ഒരു ഇത് കിട്ടുന്നത്. ഇത് നിങ്ങൾക്ക് ഒരാളയച്ചു, പക്ഷെ ഒരാളയച്ചു എന്നാൽ അയാൾക്ക് മാത്രമുള്ള പ്രോബ്ലം ആയിരിക്കില്ലല്ലോ, ഒത്തിരി പേർക്ക് ആ പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടാവില്ലേ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അപ്പം നിങ്ങൾ അതിൽ മടി വിചാരിക്കുക, അല്ലെങ്കിൽ റിസൾട്ട് വരട്ടെ, അല്ലെങ്കിൽ ഇനിയും ടൈം ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കുന്ന വെറും വേസ്റ്റാണ്. ഓക്കെ, അതേപോലെയാണ് അക്കൗണ്ട്സും കോസ്റ്റിങ്ങും ഒക്കെ അതേപോലെയാണ്. നമ്മൾ എന്തോരം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ? ടെക്സ്റ്റ് അക്കൗണ്ട്സിനെ കോസ്റ്റിങ്ങിനെ സംബന്ധിച്ച് നമ്മുടെ മെറ്റീരിയൽ ഒരു 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ അക്കൗണ്ട്സ് ആണെങ്കിലും ഇപ്പോൾ നമുക്ക് എന്താ ട്രയൽ ബാലൻസ് കഴിഞ്ഞു, ഡിപ്രീസിയേഷൻ കഴിഞ്ഞു, റെക്ടിഫിക്കേഷൻ, ബാഡ് ഡെപ്റ്റ് ഒക്കെ കഴിഞ്ഞില്ലേ. ഇപ്പോൾ നമ്മൾ ഇവിടം വരെ എത്തുന്നുണ്ട്. കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ എത്തിയിട്ടുണ്ടാവും, ചിലർ എത്തിയിട്ടുണ്ടാവില്ല, സ്ലോ ആണെന്ന് പറയുന്നവരുണ്ട്. ഓക്കെ, എന്തും ആയിക്കോട്ടെ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ ചാപ്റ്ററിൽ നിന്ന് വീണ്ടും നമ്മൾ ചെയ്തു തുടങ്ങുക. 1, 2, 3 എന്നുള്ള ഓർഡർ ചെയ്യുക. ആദ്യം നമ്മൾ പഠിച്ചിരിക്കണം. ഇപ്പം നമ്മൾ റിവിഷൻ ചെയ്ത് പോകണം, അല്ലെങ്കിൽ സ്റ്റഡി പഠിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ എങ്ങനെ ഇരിക്കുള്ളൂ? ഓരോ ടോപ്പിക് വൈസ് ആയിരിക്കുള്ളൂ. അതിൻ്റെ ഇല്ലുസ്ട്രേഷൻസ് എങ്ങനെയായിരിക്കും? ഫസ്റ്റ് ചിലപ്പോൾ 1ാമത്തെ ഇല്ലുസ്ട്രേഷൻ ആയിരിക്കും, പിന്നെ നമ്മൾ 10th ആയിരിക്കും ചെയ്യണം, പിന്നെ 15 ആയിരിക്കും ചെയ്യണം. അങ്ങനെയായിരിക്കും നമ്മൾ ചെയ്തു പോകണേ. പിന്നെ സെക്കൻഡ് ടൈം ചെയ്യാൻ നേരത്ത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലുസ്ട്രേഷൻ്റെ ആ ടോപ്പിക് വൈസ് ചെയ്യണമെന്നില്ല. ഇനി ഒന്നും കൂടി കൺഫ്യൂസിങ് ആണെന്നുള്ള പിള്ളേർ 2ാമത്തെ പ്രാവശ്യം ടോപ്പിക് വൈസ് ചെയ്തോ. 3ാമത്തെ പ്രാവശ്യം ചെയ്യാൻ നേരത്ത് നിങ്ങൾ ഇല്ലുസ്ട്രേഷൻ്റെ ഓർഡറിൽ ചെയ്യും. ഓക്കെ, അങ്ങനെ 3-4 പ്രാവശ്യം അത് ശരിയാക്കുക. അതേപോലെ ചെയ്ത് നിങ്ങൾക്കൊന്ന് കറക്റ്റാക്കുക. അതായത് അക്കൗണ്ട്സിൻ്റെ കോസ്റ്റിങ്ങിലേക്ക് പ്രോബ്ലം ബൈ ഹാർട്ട് പഠിക്കണമെന്നല്ല ഉദ്ദേശിച്ച്. അതിന് എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കോൺസെപ്റ്റ് മനസ്സിലാക്കുക. മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ സ്കാനർ യൂസ് ചെയ്യും. സ്കാനർ മസ്റ്റാണ്. പല ഇതിലും പറയുന്നുണ്ട് അവർ സ്കാനർ യൂസ് ചെയ്ത് ടൈം കളയില്ലേന്ന്. അത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. നിങ്ങൾ പഠിച്ചതിന് ശേഷം സ്കാനർ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ ടൈം മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് പഠിക്കാൻ നേരത്ത് നിങ്ങൾ ടൈം നോക്കുക. നിങ്ങൾ അതേപോലെ പ്രോപ്പറായിട്ട് വരച്ച് ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴും ചെയ്യുമ്പോഴും അതേപോലെ പ്രോപ്പറായിട്ട് വരച്ച് അതേപോലെ എഴുതി ചെയ്യാൻ ശ്രമിക്കുക. എത്ര മിനിറ്റിനുള്ളിൽ ഞാനിത് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കുക. അപ്പോൾ അറിയാവുന്ന പ്രോബ്ലം ഒക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അറിയാൻ പാടാത്ത, അതായത് ആദ്യത്തെ പ്രാവശ്യം ചെയ്യാൻ നേരത്ത് നമുക്ക് എന്ത് ചെയ്യും? കുറച്ച് ടൈം എടുക്കും. നമുക്ക് ആ ക്വസ്റ്റ്യൻ വായിക്കണമൊക്കെ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ഇതേപോലത്തെ പ്രോബ്ലംസ് നിറയെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് അതിലേക്ക് വരുള്ളൂ, നമുക്ക് സ്പീഡ് കിട്ടുള്ളൂ. അതിനാണ് ചെയ്ത് പഠിക്കുന്നു പറയണേ. നിങ്ങൾക്ക് ടൈം ഉണ്ടെന്ന് വിചാരിച്ച് ഇതൊന്നും ടൈമല്ല. നമ്മൾ വീണ്ടും ഇതേപോലെ ഇരിക്കേണ്ടി വരും. അടുത്ത 6 മാസം ഒന്നും പറഞ്ഞേ അതിനിട വരരുത് അല്ലേ. നമുക്കത് എന്തോരം പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അത്രയും പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒത്തിരി പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ രക്ഷ. ഇപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് പറയാം, എനിക്ക് പ്രൊവിഷൻ പ്രൊവിഷൻ പറഞ്ഞു തന്നാൽ മതി എന്നൊക്കെ പറയാം. പക്ഷെ നമ്മുടെ മനസ്സിലോട്ട് കയറ്റേണ്ടത് നമ്മളാണ് അല്ലേ. ആ പ്രൊവിഷൻ പഠിച്ചുകൊണ്ട് മാത്രമായില്ല, നമ്മൾ എന്തോരം പ്രാക്ടീസ് ചെയ്യണോ അത്രയും പ്രാക്ടീസ് ചെയ്ത്. ഇപ്പോൾ ഞാനൊക്കെ വിചാരിച്ചു എന്താണ്, ഇപ്പോൾ ഈ സൺഡേ കൊടുത്ത ക്വസ്റ്റ്യൻസ് എല്ലാവരും ആൻസർ ചെയ്യുമെന്ന്, എല്ലാവരും കറക്റ്റായിട്ട് ആൻസർ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചേ. കാരണം സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ബേസിക് ചാപ്റ്ററിൽ നിന്നാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇതെല്ലാവരും ആൻസർ ചെയ്യും എന്നുള്ള ഒരു ഇതിൽ ഇരുന്നേച്ചേ. പക്ഷേ 2 ഗ്രൂപ്പിൽ നിന്ന് അതിന് മറ്റുള്ള ഗ്രൂപ്പുകാർ ഇപ്പോൾ 6-7 ഗ്രൂപ്പ് എന്തോ ആയിട്ടുണ്ട് നമ്മുടെ അല്ലേ. 2-3 തുടങ്ങിയതാണ്, 6-7 ഗ്രൂപ്പായിട്ടുണ്ട്. അപ്പോൾ അതിൽ 2 ഗ്രൂപ്പ് എന്തോ നമുക്ക് തന്നിട്ടുള്ളൂ ആൻസർ. അതിൽ നിന്ന് അവർ പറയണത് എന്താണെന്ന്, പേഴ്സണൽ ആൻസർ പറയണത് എന്താണെന്നോ കിട്ടണില്ല മിസ്സേ എന്നാണ്. അത് കിട്ടണില്ല എന്ന് പറയണതിൽ അതൊരു ലോജിക്കല്ല. കാരണം നമ്മൾ ഈ പഠിച്ച സംഭവമാണ് ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിരിക്കണേ. ആ തെറ്റിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ അതൊന്ന് എഴുതി കാണിക്കുക, അതൊന്ന് ചെയ്ത് കാണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് വരും, എന്താണ് ചെയ്യേണ്ടത്, എന്തിലാണ് നമുക്ക് തെറ്റിയത്, എവിടെയാണ് നമ്മൾ മിസ്റ്റേക്ക് വരുത്തിയത്, നമ്മൾ എങ്ങനെയാണ് ചിന്തിച്ചത് എന്നുള്ളത് എനിക്ക് കൂടി പറഞ്ഞു തരാൻ പറ്റും. ആ ഒരു കോൺഫിഡൻസ് നിങ്ങളെടുക്കുക. ഓക്കെ,
അത് എന്താ പറയുക, നമുക്ക് ആ ഒരു പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഈ ബേസിക് എന്ന് ചോദിച്ചിട്ട് പോലും ചെയ്യാൻ കിട്ടാത്ത. പ്രാക്ടീസ് ഇല്ല, അതുകൊണ്ട് മാത്രമാണ്. നിങ്ങളുടെ ആരുടെയും കുഴപ്പമില്ല. നമ്മൾ പ്രൊവിഷൻസ് പറഞ്ഞ് പഠിച്ചു വിടുന്നു. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സസ് ആണെങ്കിലും പിന്നെ നമ്മൾ ഡയറക്റ്റായിട്ട് പോകണമെങ്കിൽ എന്താണെങ്കിലും, ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും എന്താണെങ്കിലും നമ്മളുടെ അടുത്ത് കുറേ പറഞ്ഞ് പ്രൊവിഷൻസാണ് പറഞ്ഞു തരുന്നത് അല്ലേ. നമ്മളെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യിക്കുന്ന എത്രയോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കുറവാണ്. എത്ര ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും, എന്തോരം കുറവായിരിക്കും. നമ്മൾ എന്നിട്ടും അവരുടെ അടുത്ത് എന്ത് പറയും, എല്ലാം ഓൺലൈൻ, അത് ആ ഓൺലൈൻ ക്ലാസ്സൊക്കെ സൂപ്പറാണ്, എല്ലാം പറഞ്ഞു തരുമെന്ന് പറയും. ഡീറ്റെയിലൊക്കെ എല്ലാ പ്രൊവിഷനും പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അത് അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞു. ഓക്കെ, അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞു എന്ന് തന്നെ വിചാരിച്ചോ. ഓൺലൈൻ ക്ലാസ് ആണ്, അത്രേ പറ്റുള്ളൂ എന്ന് എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞു. പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടില്ലല്ലോ. നമ്മുടെ ഡ്യൂട്ടി അവിടെ തുടങ്ങണേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിനുള്ള ഇത് കാണുക. നമുക്ക് എന്താ ഡയറക്ടേഴ്സിൻ്റെ നമ്മുടെ ടെക്സ്റ്റ് നോക്കിയിട്ട് ഒരു കാര്യമില്ല. ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് 100 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യമാണ്. അത് വെച്ച് നമ്മൾ എക്സാം എഴുതാമെന്ന് വെച്ചാൽ അത് 0 ആയിരിക്കും. നമുക്ക് ആ പ്രൊവിഷൻസ് ബൈഹാർട്ടാവാൻ തറാവാൻ വേണ്ടി മാത്രമാണ് ആ എക്സസൈസ്. എനിക്ക് ഈ ബേസിക് വരെ നിങ്ങൾ ബേസിക് ക്വസ്റ്റ്യൻസ് വരെ നിങ്ങൾ ഇങ്ങനെ ഡിലേ വരുത്തുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്കത് പറ്റണില്ല എന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ പേടിയാവണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒത്തിരി നിങ്ങൾ ചെയ്ത് പഠിക്കുക, പ്രൊഫഷൻസ് തറവാക്കുക. അക്കൗണ്ട്സ് ഗോസ്റ്റിംഗ് ഒക്കെ ഇങ്ങനെ ജസ്റ്റ് നമുക്ക് അറിയാമെന്ന് പറഞ്ഞ് വിടല്ലേ. നമ്മൾ ആ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് 1 രൂപയ്ക്ക് എക്സാം ഷീറ്റ് കിട്ടും. ഓക്കെ, ആ എക്സാം ഷീറ്റ് നിങ്ങൾ വാങ്ങിക്കുക, വാങ്ങിച്ചിട്ട് വരച്ച് തന്നെ ചെയ്ത് അങ്ങോട്ട് പഠിക്കുക. ബുക്ക് കഴിഞ്ഞ് എത്രയും കാശ് കൊടുത്ത് ബുക്ക് മേടിക്കാനോ അതിനൊന്നും നിൽക്കണ്ട. 1 രൂപ കൊടുത്ത് കഴിഞ്ഞ് എക്സാം ഷീറ്റ് കിട്ടും. 4 വശം ഉണ്ടായിരുന്നു. ചെയ്ത് പഠിക്കുക അങ്ങോട്ട്. അതേ മാർഗമുള്ളൂ, ഇനിയുള്ള സമയത്ത് അതേ മാർഗമുള്ളൂ. ഇനി നമ്മൾ ആരെയും മുഖം ഒന്നും നോക്കണ്ട. നമുക്ക് ഒത്തിരി ഗ്രൂപ്പ് ഇപ്പം നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ വന്ന് ഡൗട്ട് ചോദിക്കുക. നിങ്ങൾക്ക് ഡൗട്ട് ചോദിച്ചാലേ എനിക്കത് വീഡിയോ ചെയ്യണോ വേണ്ടിയെന്ന് അറിയാൻ പറ്റുള്ളൂ. നിങ്ങളും ഇങ്ങനെ സൈലൻ്റ് ആയിട്ടിരുന്ന് എനിക്കും അത് പറ്റില്ല. ഞാൻ ഇത്രയൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണ്ടോ എന്തൊരു കഷ്ടമാണ് രാവിലെ തന്നെ നൈനിരിക്കുന്നത്. അങ്ങനെയല്ല, ഓരോരുത്തർ ചോദിക്കുന്ന കാണുമ്പോൾ നമ്മുടെ മനസ്സിലാണ് ടീച്ചർ എന്നുള്ള വിധത്തിൽ എനിക്കതൊരു ഭയമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വെറുതെ ജീവിതകാലം മുഴുവൻ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമുണ്ടോ അല്ലേ. ഞാൻ ശരിക്കും അക്കൗണ്ട്സോ കോസ്റ്റിങ്ങോ അങ്ങനെ ഒന്നും ഇട്ടില്ല. ഡീറ്റെയിൽ ഇട്ടത് ബേസിക്കായിട്ട് ഇട്ടത് ഒന്ന് ഫസ്റ്റ് ടൈമാണ്. എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് വരട്ടെ, എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റട്ടെ, അവർക്ക് അങ്ങനെ അത് ചെയ്യണമെന്നുള്ള ഒരു ഇൻട്രസ്റ്റ് വരട്ടെ എന്നുള്ള ഒരു തിങ്കിങ്ങിൽ മാത്രമാണ് ഞാൻ ഡീറ്റെയിൽ മാത്രം ഇട്ടത്. പക്ഷെ നിങ്ങൾ ഇത്രയ്ക്ക് എന്താ പറയുക, ഇത്രയ്ക്ക് അത് പാടുപെടും എന്നുള്ളത് ഞാൻ ഒട്ടും ഓർത്തില്ല. അപ്പം എനിക്ക് ആ ഒരു ഇതിൽ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ ഫീലിങ്സ് ഷെയർ ചെയ്യാൻ നേരത്തെ എനിക്കതൊരു പേടിയാവണം. നിങ്ങൾക്കത് പോരാ. കാരണം നിങ്ങളത് പ്രാക്ടീസ് ഇല്ല. ബേസിക് ഇങ്ങനെ വരാൻ നേരത്തെ നമുക്ക് ഇനി അടുത്ത ഹെഡൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ? അതൊന്ന് സ്വയം ഒന്ന് ചിന്തിക്കുക. നിങ്ങൾ തന്നെ വിലയിരുത്തുക, നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഇപ്പം നമ്മൾ ഫേസ് ടു ഫേസ് ഒന്നും കാണുന്നില്ല. എവിടെ പോയി എന്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കണേന്ന് നമുക്ക് മടിയില്ല അല്ലേ. നമ്മൾ ഗ്രൂപ്പിൽ തന്നെ ചോദിച്ചാൽ അത് അങ്ങോട്ട് കോൺഫിഡൻറ്റോടുകൂടി കോൺഫിഡൻറ്റോടുകൂടി നമ്മൾ പഠിക്കാനിരിക്കുക. ടൈമുണ്ട് കറക്റ്റായിട്ട്. ഒരു ഗ്രൂപ്പ് എഴുതുന്നവർക്കൊക്കെ സുഖമായിട്ട് പാസ്സാവാം. അത് ചെയ്യുക. ഓക്കെ, എല്ലാവരും ഒന്ന് കറക്റ്റായിട്ട് ആ വഴിക്കൊന്ന് വരിക. ഇനി ഞാൻ അധികം എല്ലാ ദിവസവും ഇങ്ങനെ ഇരുന്ന് നിങ്ങളെയും കൂടി ഇരുന്ന് ഞാനത് എൻ്റെ പേടിയും കൊണ്ടാണ് ഞാൻ ആ പറയണേ. വേറെ ഒന്നുമായിട്ട് ധരിക്കരുത്. എനിക്ക് ആ ബേസിക് പോലും ചെയ്യാൻ പറ്റണില്ലല്ലോ എന്നുള്ള നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, നിങ്ങളുടെ ആ ഒരു നെഗറ്റീവിനെ എനിക്കത് ഭയങ്കര പേടിയായിട്ട് കാണും. നിങ്ങൾക്ക് ചിലപ്പോൾ പേടി തോന്നണമെന്നില്ലായിരിക്കും, പക്ഷെ എനിക്കതൊരു പേടിയായിട്ട് തോന്നും. നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് അങ്ങനത്തെ മോഡലാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ആവുക. ഓക്കെ, അവർക്ക് പഠിച്ചിട്ടുള്ളവർ ഇന്ന് പഠിക്കുക, കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ ചെയ്യാൻ പറ്റണവർ ചെയ്യുക. പിന്നെ എല്ലാവരുടെയും ഡൗട്ട്, ഇത് എനിക്ക് 7 days വരെ ആയില്ല, ഞാൻ തേർഡിലാണ് നിൽക്കണേ, സെക്കൻഡിൽ നിൽക്കണേ, ഫോർത്തിൽ നിൽക്കണേ എന്നൊക്കെ പറയണം. ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അതൊന്നും ഒരു പ്രോബ്ലം അല്ല. ഓക്കെ, മാക്സിമം ഞാൻ ഓരോ ഡേയ്സായിട്ട് ഞാൻ തരുന്നുള്ള ഇതിൻ്റെ ഒപ്പം പോണ പിള്ളേരും ഉണ്ട്. ഓക്കെ, ഏത് മനുഷ്യനാണ് ഏതെങ്കിലും സാഹചര്യത്തെ പുറകെ പോണവരും ഉണ്ട്. ചിലപ്പോൾ ഒന്നും കൂടി കോൺഫിഡൻ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടി അവിടെയും കൂടി തറവാക്കണവരുണ്ട്. കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ ഒരു മാസത്തെ ഇതാണ് വീഡിയോ ആണ് ചെയ്യണത്. ഓക്കെ, അത് കഴിയുമ്പോൾ നമുക്കതങ്ങോട്ട് സെറ്റായിക്കോളും. അതിനനുസരിച്ച് നമ്മൾ ചെറുതായിട്ട് എല്ലാ ദിവസവും പഠിച്ചാൽ മതി. കേസ് ആൻഡ് സ്റ്റഡി. ഓക്കെ, ആ രീതിയിൽ നമ്മൾ പഠിച്ചാൽ മതി. നമുക്ക് കറക്റ്റ് ആയിക്കോളും. ഒരു പേടിക്കാനും ഇല്ല.
ഓക്കെ.